ഹായ് ഗൈസ്, അഗൈൻ കെയിൽ വണ്ടിയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് നാളുകൾക്ക് ശേഷമാണ് ഇപ്പോൾ ലോങ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിക്കുന്നുണ്ടായിരിക്കും ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ അടുത്ത് നിൽക്കുന്നത്. സാർ നമ്മൾ ബൈക്കിൻ്റെ വീഡിയോ ആണ് കൂടുതലും ചെയ്യാറുള്ളത്. അപ്പം ഈ ചാനൽ തുടങ്ങിയ സമയത്ത് എൻ്റെ ഫ്രണ്ട്സ് തന്നെ എൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു, എടാ ബൈക്ക് മാത്രമേ ചെയ്യുന്നുള്ളൂ എന്നൊരു ചോദ്യം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല, സമയമാവട്ടെ, നമുക്ക് കാറുകളും ചെയ്യാം. ആ ഒരു സമയമായി. അതാണ് ഈ കിടക്കുന്ന ഈ സാധനം. ഓക്കെ, നമ്മുടെ ടാറ്റ ഹാരിയർ EV. അപ്പം പുറത്തുനിന്ന് കാണുമ്പോഴത്തേക്കും നമുക്ക് EV ആയിട്ട് പെട്ടെന്ന് തോന്നുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. നമ്മുടെ മേജർലി വരുന്ന ആ ഗ്രില്ലിന്റെ ഭാഗങ്ങളിലാണ് കൂടുതലും മാറ്റങ്ങളൊക്കെ വരുന്നത്. നമ്മുടെ സാധാ ഹാരിയറിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡയമെൻഷനും എല്ലാം സെയിം തന്നെയാണ്. കാരണം അവർ ചെയ്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എന്താ പറയുക, അതിനുവേണ്ടി ഒരു പ്ലാറ്റ്ഫോം ചെയ്യാതെ നമ്മുടെ കർവൊക്കെ ചെയ്ത കണക്ക് നമ്മുടെ ഉണ്ടായിരുന്ന ഹാരിയറിന്റെ ആ ഒരു ബോഡിയിലോട്ട് നമ്മുടെ ബാറ്ററി പാക്ക് കൊണ്ടുവരികയാണ് അവർ ചെയ്തത്. കുറേ അപ്പോൾ അതിനുവേണ്ടിയുള്ള കുറച്ച് മാറ്റങ്ങളൊക്കെ മാത്രമേ വരുത്തിയിട്ടുള്ളൂ. പക്ഷേ എന്നാലും വണ്ടി അത്യാവശ്യം നല്ല ഫീച്ചർ റിച്ച് ആയിട്ട് ഇപ്പോൾ ഉണ്ടായിരുന്ന ഹാരിയറിനെ കാട്ടി കുറച്ചും കൂടി ഒരുപടി മുന്നിലായിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഹാരിയർ EV കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൻ്റെ ചേഞ്ചസ് നമുക്ക് നോക്കാം. മേജർ ചേഞ്ചസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ ഗ്രില്ലിൻ്റെ ഭാഗത്തൊക്കെ തന്നെയാണ്. അവർ ആ ഗ്രില്ലൊക്കെ എടുത്ത് മാറ്റിയിട്ട് ഒരു കുറേ ലൈൻസ് എന്നുള്ള രീതിയിലുള്ള ഒരു മാറ്റങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതേ കണക്കിന് നമ്മുടെ ഹെഡ്ലൈറ്റെല്ലാം നമ്മുടെ അതേ കണക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പുതിയ നെക്സോണും ഒക്കെ അവർ ആ ഫാമിലി അതേ കണക്ക് തന്നെ ആ ഒരു പാറ്റേൺ തന്നെ ഫോളോ ചെയ്തുകൊണ്ട് വന്നിട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അങ്ങനെ പറയാനുള്ള മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടുമില്ല. എങ്കിൽ കാണുമ്പം ഈ ഒരു ഗ്രില്ല് കൊണ്ട് തന്നെ അത്യാവശ്യം മനസ്സിലാകുകയും ചെയ്യും. ആ ലോഗോ ഒക്കെ ഇട്ടിരിക്കുന്നത് കാണാൻ അത്യാവശ്യം നല്ല രസമുണ്ട്. ഇതാണ് നമ്മുടെ സൈഡ് പ്രൊഫൈലിൽ നിന്നുള്ള വ്യൂ. 19 ഇഞ്ച് വീൽസ് ആണ് വരുന്നത് എല്ലാ മോഡലിനകത്തും. അതും 245 55R 19 ഇഞ്ചാണ് ടയറിൻ്റെ പ്രൊഫൈൽസ് വരുന്നത്. നമ്മുടെ ഈ ഒരു ഫുഡ് സ്റ്റെപ്പ് ഉണ്ടോ, ആക്ച്വലി ഇത് കമ്പനിയിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. ഇത് കൊടുത്തതിൻ്റെ മെയിൻ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി പാക്ക് അതിൻ്റെ അടിയിലുള്ളത് കാണാതിരിക്കാൻ വേണ്ടി. ഇപ്പോൾ ഇത്രയും ലോ ആംഗിളിൽ പോയാൽ പോലും ആക്ച്വലി നമ്മുടെ ബാറ്ററി പാക്ക് കാണുന്നില്ല. കാണണമെന്ന് വെച്ച് നോക്കി കഴിഞ്ഞാൽ കാണാം കേട്ടോ. അതുകൊണ്ടൊക്കെ തന്നെ നമ്മുടെ ഈ ബാക്കിലോട്ട് വരുമ്പോഴത്തേക്ക് ഇവിടെ സി പില്ലറിൻ്റെ ഇവിടെ ആയിട്ട് നമുക്ക് ഈ ഒരു QWD ഡ്യുവൽ മോട്ടർ, അതായത് നമ്മുടെ ഇത് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മുടെ ഓൾ വീൽ ഡ്രൈവ് സിസ്റ്റം വരുന്നതാണ്. അതായത് ഫ്രണ്ടിലും ബാക്കിലും 2 മോട്ടർ വരുന്നുണ്ട്. ഓക്കെ, ബാക്കിൽ അങ്ങനെ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അത്യാവശ്യം നല്ലൊരു ലെറ്ററിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹാരിയർ EV എന്നുള്ള രീതിയിൽ. ഓക്കെ, നമുക്കിത് ഇവിടെ ഒരു ക്യാമറ കാണാം. നമ്മുടെ റേഞ്ച് റോവിലൊക്കെ കാണുന്ന അവിടെയും ഒരു ക്യാമറ കാണുന്നുണ്ട്. കണ്ടോ, ഷാർപ്പിൻ ഹാൻഡിലിൽ. ഇതൊക്കെയാണ് എക്സ്റ്റീരിയറിൽ നിന്നുള്ള കാഴ്ചകൾ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ നമുക്കിപ്പം ചാർജ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ വരുന്ന ചാർജിങ് പോർട്ടിനകത്ത് നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സ്റ്റേണലി പുറത്തൊരു വണ്ടിക്ക് ചാർജ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു വീടിനകത്തോട്ട് ചാർജ് കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതാണ് നമുക്ക് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് 75 കിലോവാട്ടിൻ്റെ ഒരു ബാറ്ററി പാക്കാണ് വരുന്നത്. ഏകദേശം ഒരു 500 തൊട്ട് താഴെയായിട്ട് നമുക്ക് റേഞ്ചും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻറ്റീരിയറിൽ നിന്നുള്ള കാഴ്ചകൾ. നമുക്ക് ആദ്യമേ സീറ്റിൽ നിന്ന് തന്നെ തുടങ്ങാം. സീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു 6 വേ ഇലക്ട്രോണിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സീറ്റാണ്. വിത്ത് മെമ്മറി ഫംഗ്ഷനാണ് കേട്ടോ. 1 2 3 അവിടെ മെമ്മറി ഫംഗ്ഷൻസ് നമുക്ക് സെറ്റ് ചെയ്യാം. അതിനൊക്കെ വെന്റിലേഷനാണ്. 3 ലെവൽസ് ഓഫ് വെന്റിലേഷനുള്ള സ്വിച്ച് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ പുതിയ രീതിയിൽ അവരുടെ കണ്ടുവരുന്ന ആ ഒരു തനതായിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ 14.5 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നത്. അതിനകത്ത് തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ കണക്ടിവിറ്റി എല്ലാം വരുന്നുണ്ട് വയർലെസ് ആയിട്ട്. നമുക്കിവിടെ റീജനറേഷൻ്റെ 2 പെഡൽസ് കാണാൻ പറ്റുന്നുണ്ട്. പ്രോപ്പറുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ക്ലസ്റ്ററിലോട്ടൊന്ന് നോക്കാം. നമ്മൾ സ്റ്റാർട്ടപ്പിൽ തന്നെ ടാറ്റ EV എന്നൊക്കെ എഴുതി കാണിക്കുന്നത് അത്യാവശ്യം നല്ല രസമുള്ള ഒരു ക്ലസ്റ്ററാണ്. അത് കണക്ക് ഇതാണ് നമ്മുടെ 14.5 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ വരുന്നത്. ഇതാണ് നമ്മുടെ ടച്ച് സ്ക്രീൻ. അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് തന്നെ നമ്മുടെ IRVM ഉണ്ട്. ഇതൊരു ഇലക്ട്രോണിക് സാധനമാണ്. ഞാൻ കുറച്ച് മുമ്പ് ഷാർപ്പിൻ ഹാൻഡിലിൻ്റെ അവിടെ ഒരു ക്യാമറ കാണിച്ചല്ലോ, ആ ക്യാമറ എന്നുള്ള ഫീഡാണ് സത്യത്തിൽ ആക്ച്വലി നമുക്ക് ഇവിടെ വരുന്നത്. ഓക്കെ, സീറ്റൊക്കെ അത്യാവശ്യം നല്ല കംഫർട്ടാണ്. നമുക്ക് ഇവിടെ ഗിയർ നോബ് വരുന്നുണ്ട്. ഓക്കെ, അതൊക്കെ തന്നെ നമുക്കിവിടെ മോഡ് സെലക്ടർ, ഇപ്പോൾ നോർമൽ മോഡിലാണ് കിടക്കുന്നത്. ഇവിടെ ഒരു ഓട്ടോ പാർക്കിൻ്റെ ഹോൾഡ് സ്വിച്ച് വരുന്നുണ്ട്. അതൊക്കെ തന്നെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ഇതിൻ്റെ അടിയിൽ വരുന്നുണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ നമുക്ക് 3 കപ്പിനുള്ള സ്ഥലം കിടക്കുന്നുണ്ട്. ഓക്കെ,
അങ്ങനെയൊക്കെ തന്നെ ഡോറിൽ നോക്കുവാണെങ്കിലും അത്യാവശ്യം നല്ല ഒരു സ്റ്റോറേജ് സ്പേസ് അവർ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം കാറ്റുണ്ട് ഞാൻ സംസാരിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് നോയ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. എന്നാലും നമുക്ക് ഡോറിലോട്ട് നോക്കാം. ഡോറിലൊക്കെ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല പ്ലാസ്റ്റിക്സ് ആണ്, ഹാർഡ് പ്ലാസ്റ്റിക്സ് ആണ്. ഇവിടെ ഒരു ചെറിയ ലെതർ കണക്കുള്ള ഡെപ്പോസിറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് നമ്മുടെ സീറ്റിൻ്റെ ആ ഒരു സെയിം പാറ്റേൺ ഫോളോ ചെയ്യുന്ന രീതിയിലാണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ ബാക്കിലത്തെ ആൾക്കാരുടെ കംഫർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല വൈഡായിട്ട് തുറക്കുന്ന ഡോർസാണ് വരുന്നത്. ഓക്കെ, 90 എന്നല്ല, എന്നാലും ഏകദേശം 90 അടുത്ത് വരുന്ന ഒരു രീതിയിലാണ് തുറക്കുന്നത്. നമുക്ക് ഫ്രണ്ടിൽ കണ്ട അതേ രീതിയിലുള്ള ഒരു പാറ്റേൺസ് എല്ലാം ഇവിടെ തന്നെ കാണാൻ പറ്റുന്നുണ്ട്. അതുകൊണ്ടൊക്കെ നമ്മുടെ വിൻഡോയുടെ കൺട്രോൾസ് ഇവിടെ ഉണ്ട്. ഓക്കെ, കയറി ഇരുന്ന് നോക്കാം. നമുക്കൊന്ന് ഇരിക്കുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല കംഫർട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് ശാരി ഇരിക്കാം. ഹെഡ് റെസ്റ്റ് ഒക്കെ നല്ല അടിപൊളി കേട്ടോ. നീ റൂം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല എമൗണ്ട് ഓഫ് നീ റൂം വരുന്നുണ്ട്. ഇവിടെ അങ്ങ് വേറെ പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു സെൻട്രൽ ടണൽ കൺസോളൊന്നുമില്ല. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഫുൾ പനോരമിക് ആയിട്ടുള്ള ഒരു സൺറൂഫ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്യാവശ്യം നല്ല വെള്ള ഇൻറ്റീരിയർ ആണ്. അതുകൊണ്ട് അതിൻ്റെ ഒരു ചെറിയ പ്രശ്നങ്ങളുണ്ട്. കാരണം ചെളിയായി കഴിഞ്ഞാൽ കുറച്ച് മെയിൻറ്റെയിൻ ചെയ്യാൻ മെനക്കേടാണ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ബാക്കിലത്തെ പാസഞ്ചേഴ്സിനുള്ളത്. പിന്നെ ഐസോഫിക്സ് സ്റ്റൈൽ സീറ്റൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിനകത്ത്. അതാണെങ്കിൽ തന്നെ 3 പാസഞ്ചേഴ്സിനും എവിടെ നമ്മുടെ ഇവിടെ 3 പാസഞ്ചേഴ്സിനും സീറ്റ് ബെൽറ്റൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഉണ്ട്. അപ്പം പിന്നെ 6 എയർ ബാഗ്സ് എന്തായാലും ഉണ്ടല്ലോ. പിന്നെ ടാറ്റയുടെ വണ്ടി, അതിൻ്റെ സെക്യൂരിറ്റി സേഫ്റ്റി ഫീച്ചേഴ്സ് ഞാനത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. പിന്നെ JBLന്റെ സറൗണ്ട് സിസ്റ്റം വരുന്നുണ്ട്. നല്ല അടിപൊളി ഡോൾബി അറ്റ്മോസ് വരുന്നൊരു സൗണ്ട് സിസ്റ്റമാണ്. പിന്നെ കോപ്പിറൈറ്റ് ഉള്ളതുകൊണ്ട് ഞാൻ അത് കേൾപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ബൂട്ടും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഓക്കെ, നമുക്കിതിൻ്റെ ഡിക്കി ഒന്ന് തുറന്ന് നോക്കാം. അല്ലേ, ഓട്ടോമേറ്റഡ് ആണ്. ജസ്റ്റ് സ്വിച്ച് ഞെക്കിയാൽ മതി, തന്നെത്താനെ തുറന്നു നിന്നോളും. 504 ലിറ്ററിൻ്റെ ഒരു ബൂട്ട് സ്പേസ് നമുക്കിപ്പം ഇതിനകത്തുണ്ട്. അത്യാവശ്യം കുറച്ച് സാധനങ്ങളും ഇതിൻ്റെ ചാർജറൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ചാർജിങ് പോയിന്റ് വരുന്നത്. ഓക്കെ, അതിൻ്റെ ചാർജറും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. അപ്പോൾ ഇനി അടയ്ക്കാനായിട്ട് ഇതാണ്ട് ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്, ഞെക്കിയാൽ മതി. തന്നെ അടഞ്ഞോളും, വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് അതിനൊക്കെ നമ്മുടെ അഡാസിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇവിടെ ഓട്ടോ ബ്രേക്സ് കീപ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു സ്റ്റിക്കർ കാണുന്നുണ്ട്. അപ്പം പറയുന്ന വരുന്നവരൊന്ന് സൂക്ഷിക്കുക. പിന്നെ അത്യാവശ്യം വണ്ടി നല്ല ചിലവ് പിടിച്ചിരിക്കുന്നത് നോക്കണ്ട. കാരണം ഇവിടെ ബാംഗ്ലൂർ നല്ല അടിപൊളി മഴയാണ്, അതിൻ്റെ ഒരു ഇതാണ് ഇത് വണ്ടിക്ക് ഇത്രയും ചെടിയുള്ളത്. അതാണെങ്കിൽ ബാക്കിൽ സസ്പെൻഷനൊക്കെ വരുന്നത് ഇൻഡിപെൻഡൻറ്റ് സസ്പെൻഷനാണ് വരുന്നത്. ഓക്കെ, അപ്പം അത്യാവശ്യം നല്ല കംഫർട്ടായിരിക്കും ബാക്കിൽ ഇരിക്കുന്നവർക്ക് കിട്ടുന്നത്. അതാണെങ്കിൽ ഡോറിൻ്റെ ഇവിടെ ഈ ഒരു വാണിംഗ് ഉണ്ട്. ഓക്കെ, അപ്പം ഇൻ കേസ് രാത്രിയൊക്കെ തുറക്കുകയാണെന്നുണ്ടെങ്കിൽ പുറകിൽ നിന്ന് വരുന്നവർക്ക് അറിയാൻ പറ്റും ഡോറ് തുറന്നിരിക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ അത്യാവശ്യം നല്ല രസമുള്ള രീതിയിൽ അവരെല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മുകളിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഡാസിൻ്റെ ക്യാമറയും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അതാണെങ്കിൽ തന്നെ നമുക്ക് ഇവിടുത്തെ ആ ഫ്രണ്ടിലത്തെ റഡാർ കാണാം, ആ ഒരു ഗ്രില്ലിൽ വരുന്ന നടുക്കായിട്ട്. പക്ഷെ അത് ആ ലൈൻസിൽ ഇടയ്ക്ക് ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ശ്രദ്ധിക്കില്ല കേട്ടോ. അപ്പോൾ ഇത്രയും ഭീമാകാരമാണ് ആക്ച്വലി വണ്ടി. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അങ്ങനെ ഒന്നും തോന്നത്തില്ലെങ്കിലും അത്യാവശ്യം നല്ല നീളവും വീതിയൊക്കെ ഉള്ള ഒരു വണ്ടിയാണ് ഈ കാണുന്നത്. ഓക്കെ, നമ്മുടെ ഹാരിയർ EV. അപ്പോൾ നമുക്ക് അത്യാവശ്യം എക്സ്റ്റീരിയറിലുള്ള കാഴ്ചകളൊക്കെ കണ്ടു, ഇന്റീരിയറിലുള്ള കുറച്ച് കാഴ്ചകളുണ്ട്. നമുക്ക് ഈ വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് തിരിച്ചു വരാം. ഓക്കെ, ഹായ് എവരിവൺ. അപ്പം നമ്മളങ്ങനെ പയ്യെ വണ്ടി ഓടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് പാടായിരുന്നു. ഞാൻ ആദ്യം എങ്ങനെ ഇലക്ട്രിക് വണ്ടികൾ ഉപയോഗിച്ചിട്ടില്ല, അപ്പോൾ അതിൻ്റെ കുറച്ച് വ്യത്യാസങ്ങളുണ്ടായിരുന്നു. കാരണം ജസ്റ്റ് എന്താ പറയുക, ഒരു പ്യുവർ പവർ ഉണ്ടല്ലോ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അതെനിക്കറിയാൻ പറ്റുന്നുണ്ട്. അതും ഇത് ഏകദേശം 400 bhp പവറുള്ള ഒരു വണ്ടിയാണ്. ഏകദേശം 396 ആണെന്ന് തോന്നുന്നു കറക്റ്റ് നമ്പർ എന്ന് പറയുന്നത്. അതാണ് കാരണം 504 Nm ടോർക്കും ഉള്ളൊരു വണ്ടിയാണ് നമ്മളിപ്പോൾ ഓടിച്ചുകൊണ്ട് കിടക്കുന്നത്. ബ്രേക്സ് എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി സാധനം, നല്ല ജസ്റ്റ് ചവിട്ടി കഴിഞ്ഞാൽ അന്നേരം വണ്ടി അവിടെ നിന്നോളും. പിന്നെ സീറ്റിൻ്റെ കംഫർട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം അത് നമ്മൾ ഓടിക്കുമ്പോൾ ഒരുപാട് നമ്മളതിൽ അകത്തോട്ട് പൊതിഞ്ഞ് വെച്ച് ഉള്ളൊരു ഫീലുണ്ടല്ലോ. നമ്മുടെ ടാറ്റ നെക്സോണിനകത്തൊക്കെ ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ആ ഒരു സെയിം ഫീൽ നമുക്ക് അവരുടെ ഒരു അപ്പോൾസ്ട്രിയുടെ ഫീലിംഗ് ഒക്കെ നമുക്ക് അതേ കണക്ക് തന്നെ കിട്ടുന്നുണ്ട്. 60 ആകുമ്പോഴത്തേക്ക് എനിക്കിവിടെ വാണിംഗ് അടിച്ച് കാണിക്കുന്നുണ്ട്. നമ്മളങ്ങനെ അധികം സ്പീഡിലൊന്നും പോകുന്നില്ല. ഇപ്പോൾ ഏകദേശം ഒരു 310 റേഞ്ചാണ്. ഇതിൻ്റെ റേഞ്ച് കമ്പനി അവകാശപ്പെടുന്നത് 600ഒക്കെയാണ്. പിന്നെ ഈ ഓൾ വീൽ ഡ്രൈവ് വരുന്നതിനകത്ത് ഏകദേശം നമുക്കൊരു 500-ന് അടുപ്പിച്ച്, 500-ന് തൊട്ട് താഴെയായിട്ട് നമുക്ക് റിയൽ വേൾഡിൽ കിട്ടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് പവർ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ജസ്റ്റ് ഒന്ന് കാലെടുത്താൽ മതി, വണ്ടി ചീറിപ്പഞ്ഞ് പോയിക്കോളും, കുഴപ്പമില്ല.
ഇത്രയും വലിയൊരു SUV ഓട്ടിക്കുന്നതിൻ്റെ ഉള്ള ഒരു എന്താ പറയുക, അതൊന്നും അറിയാനേ ഇല്ല സത്യത്തിൽ. ഞാൻ മാക്സിമം ചെറിയ വണ്ടികളൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കാറുള്ളത്. അതിനകത്ത് നോക്കുമ്പോഴത്തേക്ക് ഇത് അത്യാവശ്യം നല്ല നീളമുണ്ട്. ഏകദേശം 4.7 മീറ്റേഴ്സ് നീളമുള്ള ഒരു വണ്ടിയാണ് നമ്മളിപ്പോൾ ഓട്ടിച്ചുകൊണ്ട് കിടക്കുന്നത്. ആ ഒരു ഫീലൊന്നുമില്ല. ഓക്കെ, സ്ട്രെയിറ്റ്. സസ്പെൻഷൻ കൊള്ളാം. ആ ഒരു ബമ്പ് കയറി ഇറങ്ങിയപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല സുഖം ഉണ്ടായിരുന്നു. അങ്ങനെ വലുതായിട്ട് അറിയിച്ചതൊന്നുമില്ല, ജസ്റ്റ് ഒരു ചാടി എന്തോന്ന്, അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ടെസ്റ്റ് ഡ്രൈവ് കഴിഞ്ഞു. എനിക്ക് ആക്ച്വലി നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു ടാറ്റ ഫാനൊന്നും അല്ലായിരുന്നു, പക്ഷേ അത്യാവശ്യം വണ്ടി നല്ല കംഫർട്ടബിൾ ആണ്. പിന്നെ 10-30 ലക്ഷം രൂപ ഷോറൂം പ്രൈസ് വരുന്നൊരു വണ്ടി കംഫർട്ടബിൾ അല്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ അല്ലേ. അപ്പോൾ ആയിരുന്നു ഇന്നത്തെ ഒരു വിശേഷങ്ങൾ. അപ്പം എൻ്റെ ഫസ്റ്റ് കാർ റിവ്യൂ ആയിരുന്നു. ഓക്കെ, അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയായാലും അത് കമൻറ്റുകളിൽ രേഖപ്പെടുത്തുക. നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാം. ഓക്കെ, നമുക്കിനി പുതിയ വണ്ടികൾ വരുന്നുണ്ട്. വേറൊരു വണ്ടി ഉദ്ദേശിച്ചിട്ടാണ് ഞാനിത് ആദ്യമേ തന്നെ ചെയ്തത്. ആക്ച്വലി ഒരു പർട്ടിക്കുലർ കാർ എനിക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ആയിട്ട് എന്തെങ്കിലും ഒരെണ്ണം ചെയ്ത് ഈ ഒരു സീരീസ് തുടങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് നമ്മളിപ്പം നമ്മുടെ ഹാരി റിവ്യൂ വെച്ച് തുടങ്ങിയത്. ഓക്കെ, അപ്പോൾ ഇനി അങ്ങോട്ട് വരുന്ന ആഴ്ചകളിൽ നമുക്ക് കാറിൻ്റെ ബൈക്കിൻ്റെ ഒക്കെ ഒരു കോംബോ ആയിരിക്കും വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ആഴ്ച പുതിയൊരു സ്ഥലം, പുതിയൊരു വണ്ടി, പുതിയ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനിയും കാണാം. ദിസ് ഇസ് KL Vandi സൈനിങ് ഓഫ്. ബൈ.